നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SCT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ ഒരു അധ്യയന വർഷം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അക്കാഡമിക്കലി കുട്ടികളും രക്ഷകർത്താക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു അക്കാഡമിക് ഇയർ ആരംഭിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കളൊക്കെ തന്നെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടൊക്കെ ആയിരിക്കും ആരംഭിക്കുക. അപ്പോൾ അത് പലപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ സീരിയസ് ആയിട്ടും കുറേ കൂടെ ആത്മാർത്ഥമായിട്ടും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടൈം ടേബിളിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠനം മാത്രം അതിനകത്ത് വരിക എന്നുള്ളതല്ല, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സർസൈസ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വെർച്വൽ ഇൻട്രാക്ഷൻസൊക്കെ വളരെ കൂടിയതിന് ശേഷം, ഇൻ്റർനെറ്റ്, മൊബൈൽ അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ തന്നെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സർസൈസിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്യുകയും ലോങ് ടേം ആയിട്ട് വലിയ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ടൈം ടേബിളിൽ ഫിക്സ് ചെയ്യുക: ഉറക്കം, ഭക്ഷണം, ഫിസിക്കൽ ആക്ടിവിറ്റി. ഉറങ്ങുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു 10നും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങുക, രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുക, എന്നിട്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം, രാവിലെ ഒരു 8-8:30ക്കുള്ളിൽ മസ്റ്റായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് ഒരു 1നും 2നും ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7-7:30ക്കുള്ളിൽ ഡിന്നറും കഴിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്സ് ഫോളോ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യുകയും നമ്മുടെ മൂഡ് കുറേ കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും കുറേ കൂടെ ആക്റ്റീവായിട്ട് പഠനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനും നിങ്ങളെ സഹായിക്കുമെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പഠനത്തിനുള്ള ടൈം എല്ലാ ദിവസവും ആ സ്ലോട്ട് ഒരേ സമയത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ 5 തൊട്ട് 7 വരെ പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും 5 തൊട്ട് 7 വരെ പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ വൈകുന്നേരം 6 തൊട്ട് 10 വരെ പഠിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ടൈം പഠനത്തിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ആ ഒരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും പ്രൊഡക്ടിവിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിറ്റേന്ന് രാവിലെ പഠിക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അന്ന് പഠിപ്പിക്കാൻ സാധ്യതയുള്ള സ്കൂളിലോ കോളേജിലോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പോർഷൻസ് അത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ കുറേ കൂടെ അറ്റൻറ്റീവായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പൊതുവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ 25 kg ഉള്ള ഒരാളിന് 1 ലിറ്റർ, അപ്പോൾ 50 കിലോ ആണെങ്കിൽ 2 ലിറ്റർ, 75 കിലോ ആണെങ്കിൽ 3 ലിറ്റർ. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ വെയ്റ്റിനനുസരിച്ച് വെള്ളം ധാരാളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരൻസുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. പാരൻസ് കുട്ടികളോടുകൂടെ സമയം ചെലവഴിക്കുന്നതിനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരു ഫാമിലി ടൈം നിങ്ങൾ കണ്ടെത്തുന്നത് കുട്ടികളെ കുറേ കൂടെ റിയലിസ്റ്റിക്കായിട്ട് ഗ്രൗണ്ടഡായിട്ട് അവരുടെ ലൈഫ് ഈ ലോകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് സഹായിക്കുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അക്കാഡമിക്കായിട്ട് മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കാൻ ഫിറ്റായിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മുടെ കുട്ടികൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.